മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 14-ാം തീയതി ഈ രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ, ഈശോയുടെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ നമ്മൾ ഈശോയ്ക്ക് ചുറ്റുമിരിക്കുമ്പോൾ, കുടുംബനാഥനായ ഈശോ നമ്മോട് സ്നേഹപൂർവം പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുവിനെന്ന്, പിതാവിനെ പോലെ ആയിത്തീരുവിനെന്ന്. ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും മുഖം നോക്കാതെ അനുഗ്രഹം വർഷിക്കുന്ന പിതാവിൻ്റെ ആ പൂർണ്ണത, അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഈശോയുടെ ഒരു ആഗ്രഹമാണ്. കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും റിയലിസ്റ്റിക്കാണ്. നിങ്ങൾ പിതാവിനെ പോലെ പൂർണ്ണതയുള്ളവരായിരിക്കുവിൻ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്. കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഈ വചനഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ പറയുകയാണ്, നമുക്ക് പറ്റാത്തൊരു കാര്യം നല്ലവനായ ഈശോ പറയുകയില്ലല്ലോ. അപ്പോൾ പിതാവിനെ പോലെ പൂർണ്ണതയുള്ളവരാകാൻ നമുക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സാധിക്കും എന്നാണ്. കാരണം ഈശോ നമ്മോടത് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് കരുണ കാണിക്കുന്നവനായിരിക്കുന്നത് പോലെ നമുക്കും കരുണ കാണിക്കാൻ സാധിക്കും. ശത്രുക്കളെ ഈശോ സ്നേഹിച്ചതുപോലെ, നമ്മൾ കുരിശിൻ്റെ വഴിയിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്, ക്രൂശിതനെയാണ്. കുരിശിലെ ഈശോ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചിട്ട് പറയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ശത്രുവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, കൊലപാതകിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിതാവ് ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. അവർക്ക് വേണ്ടി ഈശോ മാധ്യസ്ഥം വഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവിനെ പോലെ ആയിത്തീരുന്ന പുത്രൻ, പുത്രനെ പോലെ ആയിത്തീരുന്ന ശിഷ്യൻ, ഇതാണ് ഈശോയുടെ സ്വപ്നമെന്ന് പറയുന്നത്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് എന്ന് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതറ്റം വരെ നമ്മൾ ക്ഷമിക്കും? ഈശോയുടെ ക്ഷമ കുരിശിൽ കിടക്കുമ്പോഴും തീർന്നു പോകുന്നില്ല. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ പറയുന്നു, എൻ്റെ ക്ഷമ തീർന്നുപോയി, ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഇനി എനിക്കിത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നു. ചത്താലും ഞാനിത് നിന്നോട് ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ വാശി പിടിക്കുന്നു. അങ്ങനെ വാശി പിടിക്കുന്ന വിശ്വാസിയോട് ഈശോ പറയുകയാണ്, ലേൺ ഫ്രം മീ. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക, പിതാവിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഇവിടെ ഒരു വലിയൊരു ചലഞ്ചാണ് ഈശോ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നത്. നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചു എന്നുള്ളത് ശരിയാണ്. നമ്മൾ
പല ഭക്ഷണ പദാർത്ഥങ്ങൾക്കും ഉപവാസം നൊയമ്പെടുത്തിട്ടുണ്ട് എന്നുള്ളത്. മാംസം നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, മത്സ്യം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ മറ്റു പലതും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകാം. ഹൃദയത്തിലുള്ള വിദ്വേഷം നീ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ ചില സംഭവങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില നെഗറ്റീവ് ചിന്താരീതികൾ നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ? നിന്റെ അഹങ്കാരം നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ? നിന്റെ തന്നെ അഹങ്കാരങ്ങളോട് നീ ഒരു ഉപവാസം പ്രഖ്യാപിക്കണം. നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്ത വിധം ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കാം നിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, നിന്നെ പരിഹസിച്ചിട്ടുണ്ടാകാം. നീ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, കൊള്ളരുതാത്തവളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ഒരു പരിഹാസപാത്രമാക്കി മാറ്റിയിട്ടുണ്ടാകാം. എന്തു ആണെങ്കിലും നിന്നെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടാകാം, മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഈശോ പറയുകയാണ്, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ കുരിശിൽ മരിച്ചതാർക്ക് വേണ്ടിയാണ്? ഈശോ കുരിശിൽ മരിച്ചത് പാപം മൂലം തന്നെ വേദനിപ്പിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. തൻ്റെ കൊലയാളികൾക്കടക്കമുള്ളവർക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചതുപോലെ നീയും നിന്നെ തന്നെ അപരന് വേണ്ടി, അപരൻ്റെ പാപങ്ങൾക്ക് മോചനമാകാൻ വേണ്ടി, അപരനൊരു അനുഗ്രഹമാകാൻ വേണ്ടി ബലിയായി അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയിൽ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുടെ ആ വെല്ലുവിളികളുടെ തീവ്രത, അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈശോ കൂടുതൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഈശോ നമ്മോട് പറയുകയാണ്, പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നീയും പൂർണ്ണനായിരിക്കുക, നീ ദൈവത്തെ പോലെ ആയിരിക്കുക. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. നമുക്ക് ഈ വചനം ഏറ്റെടുത്ത് വചനം നമ്മിൽ മാംസം ധരിക്കാൻ വേണ്ടി ഒരു ദൈവാനുരൂപണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. പിതാവായിരിക്കുന്നത് പോലെ നമ്മളായിരിക്കുന്നതിനെയാണ് ദൈവാനുരൂപണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ ഞങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ വേദനിപ്പിച്ചവർ ഒത്തിരിയേറെ പേരുണ്ട്, ഞങ്ങളെ ദ്രോഹിക്കുന്നവരുണ്ട്. പക്ഷെ അവരെല്ലാം അങ്ങയെ പ്രതിയുള്ള സ്നേഹത്താൽ അങ്ങ് കുരിശിൽ നിന്ന് ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾ സമർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നവനായ കർത്താവേ, ഞങ്ങളുടെ സ്നേഹവലയത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരിലേക്കും കരുണ വർഷിക്കാൻ, കൃപ വർഷിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കായിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾ എഴുതുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതീ-യുവാക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, നാളെ ഓപ്പറേഷന് വിധേയരാകാനുള്ളവർ എല്ലാം സമർപ്പിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. ഉച്ചത്തിലേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥനയുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ ഉണർവോടുകൂടെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ സാധിക്കട്ടെ. നാളെ രാത്രി വീണ്ടും ഈ വചന ശുശ്രൂഷയുമായി കണ്ടെത്തുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.